പക്ഷെ ജോജുവിനെ ഇനി മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വിടില്ല, ഇവിടെ തന്നെ ജോജു ഉണ്ടാവുമെന്നാണ് കമലഹാസൻ കരഘോഷത്തിനിടയിൽ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിങ്ങനെ കണ്ണീരൊലിപ്പിച്ചിരിക്കും ജോജു. താൻ കാണുന്ന സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണോ? ഇടയ്ക്ക് സ്വന്തം കയ്യിൽ തന്നെ ജോജു പിച്ചി നോക്കി, നുള്ളി നോക്കി. വേദനയുണ്ട്, സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ജോജുവിൻ്റെ ഊഴം വന്നപ്പോൾ ജോജു പറഞ്ഞു, ഞാൻ നേരത്തെ കമൽ സാഹ് പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ലവ് യു പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെക്കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ സന്തോഷം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കണ്ണുകൾ നിറച്ചത്. ഇനി ഞാൻ നിന്ന സംവിധായക നിലയ്ക്ക്, നിർമ്മാതാവ് എന്ന നിലയ്ക്ക് പറയട്ടെ, അദ്ദേഹം എന്നെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ മനസ്സാണ്. അതായത് എനിക്കിവിടെ കുറേ കൂടി നല്ല റോളുകൾ തന്ന് എന്നെ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ ഒരാളാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചു വേറൊരു കാര്യം കൂടി പറയുന്നു. എൻ്റെ മനസ്സിൽ, എൻ്റെ സങ്കല്പത്തിൽ, എൻ്റെ സിനിമയിൽ നായകനായിട്ട് കമലഹാസൻ സാർ അഭിനയിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ചിലപ്പോൾ പെട്ടെന്ന് നടന്നില്ല എന്ന് വരും. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെച്ച് ചെയ്യുന്ന സിനിമ കഥാപാത്രം എന്തായിരിക്കും അറിയാമോ? കോമഡി റോളായിരിക്കും കൊടുക്കുക.